കോൺഗ്രസ് നിരീക്ഷകൻ കൂടിയ ശ്രീ എൻ ശ്രീകുമാർ, ഷാഫി ചാലിയം പറയുന്ന എല്ലാ വാദങ്ങളോടും എനിക്ക് വ്യക്തിപരമായിട്ട് യോജിക്കാനൊന്നും കഴിയില്ല. പക്ഷേ ചില വിഷയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നയങ്ങളിൽ നിന്നുള്ള പ്രകടമായിട്ടുള്ള വ്യതിയാനങ്ങൾ, മതപരമായിട്ടുള്ള പ്രീണനം എന്ന് ഘടകകക്ഷികളിലെ രണ്ടാമൻ തന്നെ വിമർശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുക. ഒരു പാളയത്തിൽ പടയ്ക്ക് അപ്പുറത്തേക്ക് ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. തിരുത്തലില്ല, ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല, ഒരു തിരുത്തുമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നതിന് മുകളിലാണ് പറയുന്നത് ഇങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട് എന്ന്. പിന്നോക്ക വിഭാഗങ്ങളടക്കം അകന്നു പോയത് ഇതുകൊണ്ടൊക്കെയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അതിനെ തള്ളിക്കളയണമെങ്കിൽ ആദ്യം CPI പറഞ്ഞതിനെ പ്രതിരോധിക്കേണ്ടതായിട്ട് CPM വരുന്നു. എങ്ങനെ കാണുന്നു? നോക്കൂ അപർണ, ഇതിൽ ഇടതുമുന്നണിയുടെ ഒരു നയമുണ്ട്. CPM നും CPIക്കും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്കുള്ള നിലപാടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി പറയണത് അത് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ SNDP യോഗത്തിന് വലിയ പ്രാധാന്യമുണ്ടായിട്ടില്ല എന്ന തോന്നലിൽ നിന്നായിരിക്കും. കാരണം SNDP യോഗവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പോലും വെള്ളാപ്പള്ളി നരേശനും തുഷാർ വെള്ളാപ്പള്ളിയും നേതൃത്വം കൊടുക്കുന്ന BDJS എന്ന പ്രസ്ഥാനം നിൽക്കുന്നത് BJPക്കൊപ്പമാണ്. BJP മുന്നണിയിലാണവർ. അവിടെ അതിൻ്റെ ഒപ്പം തന്നെ ശ്രീ വെള്ളാപ്പള്ളി നരേശൻ, നേരത്തെ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ അദ്ദേഹം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹിയാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു, BDJSനെ BJPയോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് പറയുമ്പോൾ BJPക്കൊപ്പം, മറുവശത്തേക്ക് പറയുമ്പോൾ ഇടതുപക്ഷത്തിനോടൊപ്പമൊക്കെ പറയുമ്പോൾ ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർക്ക് ചില ശങ്കകളുണ്ടാവും. അവരുടേതായ രാഷ്ട്രീയ കക്ഷികളിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ SNDPക്ക് അങ്ങനെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് നിലനിർത്തണമെങ്കിൽ അവർ SRP പുനർജീവിപ്പിക്കണം. SRP എന്ന അവരുടെ പഴയ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന പഴയ രാഷ്ട്രീയ സംഘടനയെ പുനരുജ്ജീവിപ്പിച്ച് അവർ രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ടുവരണം. കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം നന്നായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് NSS NDP എന്ന അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നതും അതുപോലെ തന്നെ സമദൂര സിദ്ധാന്തം കൊണ്ട് നടക്കുന്നതും. അപ്പോൾ ഈ ഒരു വ്യത്യാസം അവിടെ കാണണം. ഒന്നത്. രണ്ടാമത്തെ കാര്യം, CPI ഇപ്പോൾ അവരുടെ ജില്ലാ കൗൺസിലുകളിലൊക്കെ പ്രമേയം പാസ്സാക്കുന്നുണ്ട്. എവിടെയായിരുന്നു അവർ ഈ പ്രസ്ഥാനങ്ങൾ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലുമ്പോഴും അതുപോലെ ജനകീയ സദസ്സുകൾ മുഖ്യമന്ത്രി പണം ചിലവാക്കി നടത്തുമ്പോഴൊക്കെ അവരെവിടായിരുന്നു? അവരെ ബസ്സിലൊപ്പം സഞ്ചരിച്ചിരുന്നവരല്ലേ? അന്ന് പ്രതിപക്ഷം പറഞ്ഞില്ലേ ധൂർത്താണെന്ന്, ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന്? അന്ന് ഇവരെവിടായിരുന്നു? ഇതിൽ തോറ്റു കഴിഞ്ഞപ്പോൾ പിന്നെ വികാരമുണ്ട് വിചാരമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അത് പ്രവർത്തകർ പോലും വിശ്വസിക്കില്ല. പിന്നെ CPMൻ്റെ കാര്യം, CPM എപ്പോഴും കൊണ്ടുവരുന്ന ഒരു നയമുണ്ട്, അടവ് നയം. ഇതൊരു കാലഘട്ടം കഴിഞ്ഞു അടവ് നയത്തിൻ്റെ. ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഒരു പുതിയ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്നോട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ഒരു യുവാവ് പറഞ്ഞത്, സത്യസന്ധമായി പറഞ്ഞത്, രാഹുൽ ഗാന്ധിയും സുരേഷ് ഗോപിയും ഒക്കെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ള നേതാക്കളെന്നാണ്. അപ്പോൾ നോക്കൂ അവരുടെ ആ രാഷ്ട്രീയവാദം നോക്കൂ. സുരേഷ് ഗോപി ജയിച്ചു എന്ന് നമ്മളെല്ലാവരും ഇവിടെ പറയുമ്പോഴും CPM ഇപ്പോഴും പറയുന്നത് തൃശ്ശൂരിൽ BJP ജയിച്ചു എന്നാണ്. നമ്മളെപ്പോഴും പറയുന്നത് നിങ്ങൾ എന്തിന് BJP ജയിച്ചു തൃശ്ശൂരിലെന്ന് പറയുന്നു. അപ്പോൾ പറയും താമര ചിഹ്നമല്ലേ, ആയിക്കോട്ടെ, സുരേഷ് ഗോപിയാണ് ജയിച്ചതെന്ന് വ്യക്തമായി ഇവിടെ എല്ലാവർക്കും അറിയാം. ഞാൻ തൃശ്ശൂരിലുള്ള ആളല്ലേ. സുരേഷ് ഗോപിക്ക് ഇവിടെ കിട്ടിയ വോട്ട് എവിടെ നിന്നാണ്? കോൺഗ്രസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, CPMൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ കുടുംബങ്ങളിലെ ചില വ്യക്തികളാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പച്ചയായി മനസ്സിലാവും. ഇപ്പോഴും CPM വിലയിരുത്തുന്നത് എന്താ? തൃശ്ശൂരിൽ BJPയുടെ വോട്ട് കൂടി. അതിൻ്റെ കാരണം കഴിഞ്ഞ തവണ പ്രതാപന് കിട്ടിയ 85,000 വോട്ട് മുരളീധരന് കുറഞ്ഞുപോയി. അങ്ങനെയാണോ? പ്രതാപൻ്റെ വോട്ട് മാത്രമാണോ കുറഞ്ഞത്? ഇടതുമുന്നണിയുടെ വോട്ട് കുറഞ്ഞു. ഇടതുമുന്നണി അപ്പോൾ പറഞ്ഞത് എന്താ? 2019 16,000 വോട്ട് കൂടി. 2021 വോട്ട് കുറഞ്ഞാൽ പറയുമ്പോൾ അത് വേറെ. അതെങ്ങനെ വേറെ ആവുന്നത്? കാരണം 2019 തോറ്റപ്പോൾ അവർ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന ന്യായീകരണം 2021 ഞങ്ങൾ ജയിച്ചില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ 21 ജയിച്ച വോട്ട് 24 കുറയുമ്പോൾ അതും കണക്കാക്കേണ്ടതല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അണികൾക്ക് വിശ്വാസം വരില്ല. അതുകൊണ്ടാണ് അവരുടെ സൈബർ ഇടങ്ങളിലെ പോരാളി ഷാജിയും പോരാളിയും മറ്റേ ഏതൊക്കെ വിഭാഗങ്ങളാണെല്ലാം അവരെല്ലാം CPMനെതിരെ തിരിയുന്നത്. ഇതൊക്കെ പച്ചയായി നമ്മുടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ 2 മാസം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകളും പ്രസംഗങ്ങളും നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അദ്ദേഹം അസംബ്ലിയിൽ എന്താ പ്രസംഗിച്ചത്? മിനിങ്ങാന്ന് 2 ദിവസം മുമ്പ് നരേന്ദ്രമോദിക്കെതിരായി കോൺഗ്രസ് ജയിച്ചു വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചു.
ഇതേ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ എന്താ, രാഹുൽ ഗാന്ധി വിരുദ്ധ പ്രസംഗമാണ്. അപ്പോൾ സി പി എമ്മിന് എവിടെ നയം, ആരാണ് സി പി എമ്മിൻ്റെ നയം രൂപീകരിക്കുന്നത്? പാർട്ടിയാണോ മുഖ്യമന്ത്രിയാണോ? അത് ആദ്യം അവർ തീരുമാനിക്കട്ടെ. ഇന്ന് ശ്രീ തോമസ് ഐസക് പറഞ്ഞു ജനവിരുദ്ധങ്ങൾ, ഭരണവിരുദ്ധം. എവിടെയായിരുന്നു തോമസ് ഐസക് ഇത് കോൺഗ്രസ് ഒക്കെ പറയുമ്പോൾ? ക്ഷേമ പെൻഷൻ 6 മാസം കൊടുക്കാൻ പറ്റിയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവരുടെ വിശകലനം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് ഒരു ക്ഷേമ പെൻഷനുകൾ കൊടുത്തു വരുന്നു എത്ര പേർക്ക്, ഇത്ര പേർക്ക്, എത്ര ലക്ഷക്കണക്കിന് പേർക്ക്. ഗോവിന്ദ മാഷ് എഴുതിയ ലേഖനത്തിൽ ക്ഷേമ പെൻഷൻ അല്പം വൈകിയത് കൊണ്ട് എന്നാക്കി മാറ്റി. ഇതൊക്കെയാണോ ഒരു പാർട്ടി ചെയ്യേണ്ടത്? പാർട്ടി കൃത്യമായിട്ടൊരു നയം ആദ്യം രൂപീകരിക്കണം. അതിന് ഈ പാർട്ടിക്ക് പറ്റാത്തത് പഴയ പോലെ പാർട്ടി സെക്രട്ടറിക്ക് അവിടെ ഒരു ബലവത്തായ തീരുമാനമെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ ഇടയിലൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത് CPIയുടെ ഒരു നിലപാടാണ്. നേരത്തെ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞ പോലെ ഇതൊക്കെ ജില്ലാ കൗൺസിലുകളിലും ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ ഉയരുന്ന വിഷയങ്ങളാണ്. സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ അത് സ്റ്റേൺ ആയിട്ട് പറയാൻ, ഇപ്പോൾ ഐസക് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട ഒരു പോസ്റ്റാണ് ഇത്രയും തുറന്നു പറഞ്ഞ ഒരു വിഷയം. CPIയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമോ? ഒരു സംസ്ഥാന തലത്തിൽ ആ ഒരു തിരുത്തലുണ്ടാകണം, CPM-ൽ നിന്ന് അങ്ങനെ ഒരു തിരുത്തലുണ്ടാകണം. ധാർഷ്ട്യമാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ഈ ഒരു തോൽവിക്ക് കാരണമായത് എന്നൊക്കെ CPI പറയാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമോ ഒരു സംസ്ഥാന തലത്തിൽ? കരുതുന്നുണ്ടോ അങ്ങനെ? CPI ഒരിക്കലും പരസ്യമായി പറയാനുള്ള സാധ്യതയില്ല. അവർ പക്ഷേ ഇങ്ങനെയൊക്കെ അവരുടെ കമ്മിറ്റികളിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളിൽ നമുക്കറിയാമല്ലോ, വാർത്താമാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന സ്വഭാവം. ഇവിടെ രാജ്യസഭാ സീറ്റ് അവർക്ക് കിട്ടിയില്ലേ? രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ പിന്നെ CPIക്ക് അതിലും വലുതുണ്ടോ? അവർ പിടിച്ചെടുത്തു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് രാജ്യസഭാ സീറ്റ് പിടിച്ചെടുത്തില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ് കാണിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം കാണിക്കുന്നത് CPI ക്ഷീണിച്ചു എന്നല്ലേ? അല്ലെങ്കിൽ നോക്കൂ അപർണ, ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 10 ലോക്സഭാ മണ്ഡലങ്ങൾ CPM-ന് ലഭിച്ചിരുന്നെങ്കിൽ ഈ 2 സീറ്റുകളുടെ കാര്യത്തിൽ CPIയുടെ സീറ്റുകൾ അവർക്ക് കിട്ടുമായിരിക്കാം. മാണി ഗ്രൂപ്പിന് സീറ്റ് കൊടുക്കുമായിരുന്നോ? ഇല്ല, കൊടുക്കുമായിരുന്നില്ല. കാരണം എന്താണ്? ഇവിടെ CPM പരാജയപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പരാജയമല്ല. 18,000 വോട്ടിന് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ K. രാധാകൃഷ്ണൻ ആലത്തൂർ എന്ന അവരുടെ സംഘടിതമായ നിയോജക മണ്ഡലത്തിൽ കഷ്ടിപുഷ്ടിയായി ജയിച്ച 20,000 വോട്ടിന്. അപ്പുറത്ത് നോക്കൂ, ലക്ഷങ്ങളാണ്. പാലക്കാട് ജയിച്ച 75,000, മറ്റേ നമ്മളുടെ വടകരയിൽ 1,00,000-ലധികം. നമ്മുടെ ആറ്റിങ്ങലിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും BJP ശക്തമായ രാഷ്ട്രീയ പ്രകടനം കാഴ്ചവെച്ചിട്ടും അവിടെ കോൺഗ്രസ് ജയിച്ചു. തൃശ്ശൂരിൽ BJPയുടെ രാഷ്ട്രീയ പ്രകടനമല്ല നടന്നത്. BJPയുടെ രാഷ്ട്രീയ പ്രകടനം നടന്നത് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തുമാണ്. തൃശ്ശൂരിൽ നടന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ കാര്യത്തിലാണ്. അതൊരു BJPക്കാരൻ നിന്നാൽ ജയിക്കില്ല. ഇതിന് ഉദാഹരണം കൂടി ഞാൻ പറയാം. ഉദാഹരണമല്ല, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ 6 BJPക്കാണ് മുന്നിൽ, ഒരിടത്ത് UDF-നുമാണ് ഗുരുവായൂരിൽ. ഈ 6 BJP മുന്നിലായതുകൊണ്ട് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 6 BJP MLA-മാരുണ്ടാകുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് അതിൻ്റെ അനുരണനമാണ് സുരേഷ് ഗോപിയുടെ ഇന്നലത്തെയൊക്കെ പ്രസ്താവനകൾ. ഇന്ദിരാഗാന്ധി രാഷ്ട്രമാതാവാണെന്നും കരുണാകരൻ കോൺഗ്രസ് പിതാവാണെന്നും ഇന്ദിരാഗാന്ധിയാണ് ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞതൊക്കെ അതിൻ്റെ ഭാഗമാണ്. കാരണം എന്താണ്? തനിക്ക് വോട്ട് ചെയ്തവരിൽ എല്ലാവരുമുണ്ട്. സുരേഷ് ഗോപിയുടെ ഈ നീക്കങ്ങളൊക്കെ കൊണ്ടാകാം ഒരു പക്ഷേ തൃശ്ശൂരിലെ ജയത്തിൻ്റെ ഒരു പ്രശംസ കൊടുത്തത് K. സുരേന്ദ്രൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് അവർ. നിങ്ങൾ നോക്കൂ, BJP എന്ന് പറയുന്ന കക്ഷി കേരളത്തിൽ വളർന്നു എന്നുള്ളത് നമുക്ക് പരിഗണിക്കാം. കാരണം അവർക്ക് വോട്ട് കൂട്ടി. പക്ഷേ തൃശ്ശൂരിൽ BJP-യാണ് ജയിച്ചതെന്ന് എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് CPI പറയുന്നില്ല. അപ്പോൾ CPM പറയുന്നത് എന്താണെന്ന് വെച്ചാൽ BJP ജയിച്ചതുകൊണ്ടല്ല, BJPക്ക് വോട്ട് കൂട്ടി തൃശ്ശൂരിൽ. എങ്ങനെ? അപ്പോൾ കോൺഗ്രസ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്, കരുവന്നൂർ കേസും മാസപ്പടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ BJPക്ക് തൃശ്ശൂരിൽ വോട്ട് കൂട്ടിയതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ തലയിൽ വെക്കുക, എന്നിട്ട് BJP ശക്തി പ്രാപിച്ചു വരിക. ഇത് കോൺഗ്രസിനെതിരെയുള്ള പോരാട്ടമായിട്ട് CPM ഇപ്പോഴും കാണുകയാണ്. അവിടെയാണ് മുഖ്യമന്ത്രി ദൈനംദിനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞേ? നല്ലതുപോലെ തോറ്റു. മുഖ്യമന്ത്രി പറഞ്ഞോ നല്ലതുപോലെ തോറ്റുന്ന്? CPI പറഞ്ഞോ നല്ലതുപോലെ തോറ്റുന്ന്? ബിനോയ് വിശ്വം പറഞ്ഞോ നല്ലതുപോലെ തോറ്റുന്ന്? അത് പറയാനെങ്കിൽ ആ CPIക്ക് കഴിയണം.
തിരുത്തലാവണം CPI. അതെ, ഈ പറഞ്ഞതുപോലെ തന്നെ രാജ്യസഭാ സീറ്റ് കിട്ടിയ സാഹചര്യത്തിൽ ഞാൻ തിരികെ എത്താം. ശ്രീ എൻ ശ്രീകുമാർ, രാജ്യസഭാ സീറ്റ് കിട്ടിയ ഒരു സാഹചര്യത്തിൽ കൂടി ഇനി CPI സംസ്ഥാന തലത്തിൽ പറയുമോ എന്ന് കണ്ടറിയണം.